ഹായ്, കാറ്റൂസ് മാജിക് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. പിന്നെ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. നാളെ നമുക്ക് വിഷു അല്ലേ, അപ്പം നമുക്ക് വിഷുക്കണിയൊക്കെ ഒരുക്കണം. പിന്നെ നമുക്ക് കൊന്നപ്പൂവിനെങ്ങും എങ്ങും പോകണ്ട കേട്ടോ. കണ്ടോ എൻ്റെ പുറകിലായിട്ട് നമുക്ക് കൊന്നമരം ഇങ്ങനെ പൂത്തൊലഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പറിക്കാനൊക്കെ തുടങ്ങുക. അപ്പം നമുക്ക് വിഷുക്കണി ഒരുക്കുന്നതും നമ്മുടെ വീട് അലങ്കരിക്കുന്നതൊക്കെയുള്ള വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പം നമുക്ക് കൊന്നപ്പൂ നമുക്ക് പറിക്കാൻ പോകാം. ഫസ്റ്റിൽ നമ്മുടെ കൊന്നപ്പൂ നമുക്ക് പറിച്ചുകൊണ്ട് വരാം. ഇവിടെ എൻ്റെ നാത്തൂന് മോളും ഒക്കെ വന്നിട്ടുണ്ട്. അവരെല്ലാവരും കിടന്ന് ഞാൻ ഇൻട്രോ ചെയ്യാൻ സമ്മതിക്കത്തില്ല. എന്താണ് ഒരു ഭയങ്കര കുരുത്തക്കേട്ട പിള്ളേരാണ് കേട്ടോ. അപ്പം നമുക്കതൊന്നും മൈൻഡ് ചെയ്യണ്ട. നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. കണ്ട നമ്മൾ ഇനി പറിക്കാൻ പോകുന്നതല്ല കേട്ടോ. ഇവിടെ നിന്ന് എത്ര കിട്ടിയാലും തികയത്തില്ലേ. നമുക്ക് ഈ പെരയിലൊക്കെ ഇങ്ങനെ തൂക്കിയെടുക്കാം. ഇത് എൻ്റെ നാത്തൂനാണ്, ഹസ്ബൻഡിൻ്റെ പെങ്ങള് കേട്ടോ. അപ്പോൾ ചേച്ചി എല്ലാവർക്കും ഹാപ്പി വിഷു പറയാനായിട്ട് കൊന്നപ്പൂവൊക്കെ പിടിച്ചോണ്ട് നിൽക്കുക കേട്ടോ. എല്ലാവർക്കും ഹാപ്പി വിഷു. നമുക്ക് കുറച്ച് പൂവേ കിട്ടിയുള്ളൂ കേട്ടോ. നമ്മൾ കിട്ടിയത് നമ്മൾ വെയിലത്ത് വെക്കാതെ പാഴാതിരിക്കാൻ വേണ്ടി നമ്മളത് പെരക്കകത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനിയും വല്ലവരും വിളിച്ചിട്ട് വേണം, ആൾക്കാരെ വല്ല നമ്മൾ കൊച്ചു പയ്യന്മാരെ വല്ലതും കിട്ടുന്നത് നോക്കട്ടെ. ഇതൊക്കെ ഒന്ന് പറിക്കണ്ടായോ. അപ്പം നമുക്കിനി ഇത് പറിച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ കൊന്നപ്പൂ എല്ലാം നമ്മൾ പിച്ചിക്കഴിഞ്ഞ്. അപ്പോൾ നമുക്ക് ഇനിയും ഒരുക്കുന്നതിന് നമുക്ക് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറങ്ങാണ്ടിയും പഴവുമാണ്. പറങ്ങാണ്ടി എന്നൊക്കെ പറഞ്ഞാൽ അറിയാമോ? അതായത് കശുവണ്ടിയും പഴവും. അത് നമുക്ക് ആ പഴത്തോട് കൂടിയുള്ള കശുവണ്ടിയാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പം നമുക്ക് അതിനെയും പിച്ചാൻ പോകാമേ. അവിടെ നമുക്കൊരു കശുവണ്ടി നമ്മൾ നട്ടിങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ. അപ്പം അവിടെ നിന്നാണ് നമ്മളൊരു കശുവണ്ടിയും പഴവും പിച്ചാൻ പോകുന്നത്. നമുക്കിനി അത് വെച്ചാൽ പോകാമേ. അതുകൊണ്ട് ഞങ്ങൾ കുടുംബത്തോട് ജാഥയായിട്ടാണ് നമ്മൾ പറങ്ങാണ്ടിയും പഴമൊക്കെ നോക്കാൻ പോകുന്നത്. ഏതാണ്ട് നമ്മൾ ഈ കശുവണ്ടിയുടെ ഒരു തോട്ടമാണെന്ന് പറയാം കേട്ടോ. നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിതിനകത്ത് ഇതുണ്ടോ നമുക്ക് നോക്കാമേ. ഇത് ഞങ്ങളുടെ അതായത് ഇവിടുത്തെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോൻ്റെ വസ്തുവായത്. ഒരെണ്ണം കിട്ടിയേ അവളത് പറിക്കാൻ പോവാ കേട്ടോ. ആ ഞെട്ടോടുകൂടി പറിക്കും മോനെ. അയ്യോ അങ്ങനെ വെച്ച് അമ്മൂൻ്റെ കയ്യിലാണെങ്കിൽ ഒരു പറങ്ങാണ്ടിയും പഴവും കിട്ടി കണ്ടോ. അപ്പം നമുക്ക് ഇന്നലെ കാണിച്ചേക്കളെ. ആ അതെ, പിന്നെ നമുക്ക് ഇത്രയും പറങ്ങാണ്ടിയും പഴവും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ നമ്മളുടെ വിഷുവിൻ്റെ നമ്മൾ കണിയൊക്കെ ഒരുക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പറങ്ങാപ്പഴമൊക്കെ നമ്മൾ പറിച്ചുകൊണ്ട് വന്നു എല്ലാം വെച്ച്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ മേടിക്കാൻ നമ്മൾ പുറത്ത് പോയി. അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം പിന്നെ നമ്മൾ കൊന്നപ്പൂവൊക്കെ പറിച്ച് കണ്ട വീടെല്ലാം നമ്മളിങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഹരിനാരായണൻ്റെ അമ്മൂൻ്റെ ഉണ്ണിമോടെയൊക്കെ ജോലികളായതൊക്കെ. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ വിഷുക്കണി ഒരുക്കാൻ പോവാണേ. അപ്പോൾ ഇനി നമുക്ക് വിഷുക്കണി നമുക്ക് ഒരുക്കാം. ഞങ്ങൾ ഈ ഓട്ടുരുളിലാണ് നമ്മൾ വിഷുക്കണി ഒരുക്കാൻ പോകുന്നത്. നമുക്ക് വേറെ ഓട്ടുരുളിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഓട്ടുരുളിയിൽ തന്നെ വിഷുക്കണിയൊക്കെ ഒരുക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓട്ടുരുളിയാണ് ഞാൻ വീട്ടിലൊക്കെ നമ്മൾ എടുക്കുന്ന ഓട്ടുരുളി. നല്ല നിറമൊക്കെ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഓട്ടുരുളിക്കകത്ത് നമ്മളിത് എടുക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് ഇതിൻ്റെ കറുപ്പൊക്കെ ഒന്ന് മറക്കണ്ടേ. അല്ലെ വിഷു കാണുമ്പോൾ നമ്മൾ കണി കാണുമ്പോഴേ നമ്മളിതൊക്കെ കാണത്തില്ലേ. അതുകൊണ്ടേ ഞങ്ങൾ ഒരു വെള്ള കസവ് മുണ്ടിനകത്ത് നമ്മൾ വിരിക്കുകയാണ്. നമ്മളൊരു മുണ്ടൊക്കെ ഇങ്ങനെ വിരിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്ട് ഇത്
പിന്നെ എനിക്ക് വലിയ പെർഫെക്റ്റായിട്ടൊന്നും വിഷുക്കണി ഒരുക്കാനൊന്നും അറിയത്തില്ല. പിന്നെ എനിക്കറിയാവുന്ന രീതിയിൽ നമുക്ക് ഒരു വിഷുക്കണിയൊക്കെ കാണണ്ടേ, അതിനായിട്ട് നമ്മൾ ചെയ്യുക കേട്ടോ. അരി നമ്മൾ ഇടുവാണ്. ഓരോന്നോരോന്നായിട്ട് പറക്കി വെക്കാം കേട്ടോ. ഇപ്പോഴേ നമുക്കിനി ഓരോന്നായിട്ട് നമുക്ക് പറക്കി വെക്കാം കേട്ടോ. ഇവിടെ ആദ്യം തന്നെ ഒരു ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ വിഷുക്കണിയുടെ സാധനങ്ങളെല്ലാം നമുക്ക് പറക്കി വെച്ചിട്ട് നമുക്ക് കാണാം. രണ്ട് നമ്മൾ മുന്തിരി വെച്ചിട്ടുണ്ട്, ആപ്പിൾ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മാമ്പഴം വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ ഈ ചെറുപഴം വെച്ചിട്ടുണ്ട്, പിന്നൊരു അനാറ് വെച്ചിട്ടുണ്ട്, പിന്നെ എന്താ കൈതച്ചക്ക, പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ പറങ്ങാപ്പഴം പറിക്കാൻ പറഞ്ഞു, അപ്പം അതും വെച്ചിട്ടുണ്ട്, മാങ്ങ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഫ്രൂട്ട്സായിട്ട് വെക്കുന്നത് കേട്ടോ. അപ്പം നമ്മളുടെ ഫ്രൂട്ട്സ് എല്ലാം നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരു മഞ്ഞ കളറിൽ ഒരു തണ്ണിമത്തനും കൂടെ മേടിച്ച് വെച്ചിട്ടുണ്ട്, അതുകൂടി ഇരിക്കട്ടെന്ന് വെച്ച് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വെജിറ്റബിൾസ് നമുക്ക് വെക്കാം കേട്ടോ. ഇനി നമുക്കിത് വെജിറ്റബിൾസ് എല്ലാം വെച്ചിട്ട് കാണാമേ. പിന്നെ അപ്പോൾ അതാണ്ട് നമ്മൾ കൺമഷി, നമ്മൾ കസവുമുണ്ട്, പിന്നെ ഇത് പുതിയതൊന്നുമല്ല, നമ്മൾ അലക്കി പശയൊക്കെ മുക്കിയിട്ട് മടക്കി വെച്ചേക്കുവാണ്. പിന്നെ സിന്ദൂരം കണ്ടത് നമുക്ക് ഇങ്ങനെ ഒരു ബോട്ടിലാണ് നമ്മളുടെ സിന്ദൂരം ഇരിക്കുന്നത്. അതിന് ഉണ്ണിമോൾ അതൊരു നമ്മുടെ ഈ ചിരാതുണ്ടല്ലോ അതിനകത്തൊക്കെ ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കൊരു നാണയം വെക്കണം കേട്ടോ. നാണയം വെക്കട്ടെ. ഇതാണ് നമുക്കൊരു നാണയം കൂടെ ഇവിടെ നമുക്ക് വെക്കാം. പിന്നെ നമുക്ക് മെയിനായിട്ട് നമുക്ക് സ്വർണം വെക്കണം കേട്ടോ. അത് നമ്മൾ വെക്കുന്നില്ല ഇപ്പോഴും, അത് രാവിലെ നമ്മളെടുത്ത് വെക്കത്തുള്ളൂ. രാത്രിയിലൊക്കെ ശല്യമൊക്കെ ഉണ്ട്, അത് ചിലപ്പോൾ എടുത്തുകൊണ്ട് പോയാൽ അറിയത്തില്ല. അതുമെല്ലാം നമുക്ക് വെളിയിലാണ് നമ്മളുടെ പൂജാമുറി ഇരിക്കുന്നത്, അപ്പം അത് നമുക്ക് സേഫ് അല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ രാവിലെ വെക്കത്തുള്ളത്. തേങ്ങാമുറിയിൽ പിന്നെ നമ്മൾ എണ്ണയൊക്കെ ഇട്ട് തിരിയൊക്കെ വെച്ച് വിളക്ക് കത്തിച്ചാണ് നമ്മളിത് കാണുന്നത് കേട്ടോ. ഇതൊക്കെയാണ് ഞങ്ങളുടെ വിഷുക്കണി. ഇതൊക്കെ സാധനങ്ങൾ വെക്കത്തുള്ളൂ നമ്മൾ എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചേർക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വർഷം നമ്മളത് പരിഹരിച്ചതെല്ലാം നമ്മൾ ചെയ്യും. അപ്പോൾ ഞാൻ എല്ലാവർക്കും അഡ്വാൻസായിട്ട് ഹാപ്പി വിഷു. ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്ന എൻ്റെ പുതിയ കൂട്ടുകാർ, അപ്പോൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ കാണണേ. അപ്പോൾ നാളെ നമുക്ക് വിഷു സദ്യയും മറ്റു കാര്യങ്ങളുമായിട്ട് നാളെ കാണാം.